പ്ലെയിൻ തുണി ചെയ്യാൻ പറ്റുന്ന ഒരു ഷോൾഡർ ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ ഷെയ്ഡിൽ വരുന്ന സിൽക്ക് ത്രെഡ്, പിന്നെ ഗ്രീൻ ഷെയ്ഡിൻ്റെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബീഡ്സ് ആണ്. റെഡ് ഷെയ്ഡ് വരുന്ന റൗണ്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. സൈസ് നമ്പർ 5 ആണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്കിൻ്റെ പാറ്റേൺ. ഷോൾഡറിൻ്റെ ഒരു വശത്തിൽ നിന്ന് താഴേക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത്. ആദ്യം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ സ്റ്റെം പോർഷനിലൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു സ്റ്റാൻസ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നോട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുവാണ്. എടുത്തിട്ട് ആ സെയിം പോയിന്റിലേക്ക് തന്നെ നീഡിലൊന്ന് ഇതുപോലെ താഴ്ത്തി എടുക്കുക. എന്നിട്ട് ഫുൾ വലിക്കാതെ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വീണ്ടും നീഡിൽ പൊക്കിയിട്ട് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ വെച്ചിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഫുൾ സ്റ്റെം പോർഷനിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 റോയിലാണ് കേട്ടോ ചില ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നത്. എല്ലായിടത്തും അല്ല, ചില ഭാഗത്ത് നമുക്ക് 2 റോ ചെയിൻ സ്റ്റിച്ച് പോകുന്നുണ്ട്, ചിലയിടത്ത് ഒറ്റ റോ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് റോ ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷം സെക്കൻഡ് റോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലവർ വർക്ക് ചെയ്യാനായിട്ട് 8 സ്റ്റാൻസ് സിൽക്ക് ത്രെഡ് രണ്ടായിട്ട് മടക്കിയിട്ട് 16 സ്റ്റാൻസ് ആക്കിയിട്ടാണ് ഞാനിവിടെ നോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ നീഡിൽ ഇവിടുന്ന് എടുത്തു. ഇനി പെറ്റൽ അവസാനിക്കുന്നിടത്തേക്ക് നീഡിലൊന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചില്ലേ, അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നീഡിൽ ഇതുപോലെ എടുത്തു. എന്നിട്ട് ഈ പെറ്റലിൻ്റെ ഈ ഒരു വശത്തും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിന്ന് വേണം നീഡിൽ ഇതുപോലെ പൊക്കിയെടുക്കാനായിട്ട്. പൊക്കിയെടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചില്ലേ അതിൻ്റെ അടിയിലൂടെ ഇതുപോലെ നീഡിൽ കടത്തുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇതിൻ്റെ അടിയിലൂടെ നീഡിൽ കടത്തുക. ഒരു വീവിങ് സ്റ്റിച്ച് ചെയ്യില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കും ബ്രാഞ്ചസിലും നമുക്ക് ഓരോ റൗണ്ട് ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇതുപോലെയാണ് വരുന്നത്. ഷോൾഡറിൻ്റെ ഒരു പോർഷനിൽ നിന്ന് താഴേക്ക് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരുന്ന പോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.